ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 18. തളർന്നു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ ബഹുമാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിലെ ഒരു വിധവ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന്, എൻ്റെ പ്രതിയോഗിയിൽ നിന്നും എനിക്ക് നിയമപരമായ സംരക്ഷണം നൽകണമെന്ന് കൂടെ അപേക്ഷിക്കുമായിരുന്നു. കുറേ കാലത്തേക്ക് അയാൾക്ക് മനസ്സില്ലായിരുന്നു. പിന്നീട് അയാൾ, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നിയമപരമായ സംരക്ഷണം നൽകും, അല്ലെങ്കിൽ അവൾ എപ്പോഴും വന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് ഉള്ളിൽ പറഞ്ഞു. തുടർന്ന് കർത്താവ്, നീതിയില്ലാത്ത ആ ന്യായാധിപൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നോട് കരഞ്ഞ് നിലവിളിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ദൈവം ന്യായം നടത്തി കൊടുക്കാതിരിക്കുമോ? അതിന് ഏറെ കാലതാമസം വരുത്തുമോ? അവിടുന്ന് എത്രയും വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താൻ കഴിയുമോ എന്ന് പറഞ്ഞു. തങ്ങൾ നീതിമാന്മാരാണ് എന്ന് സ്വയം കരുതി മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ചിലരെക്കുറിച്ച് യേശു ഈ ഉപമ പറഞ്ഞു. 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. ഒരാൾ പരീശൻ, മറ്റേയാൾ നികുതി പിരിക്കുന്നവൻ. പരീശൻ നിന്ന് തന്നെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, വഞ്ചകരും നീതികെട്ടവരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ നികുതി പിരിവുകാരനെ പോലെയോ ഞാൻ അല്ലാത്തതിനാൽ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുകയും എനിക്ക് ലഭിക്കുന്ന എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ നികുതി പിരിവുകാരനാകട്ടെ ദൂരെ മാറി നിന്ന് തൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താൻ പോലും ആഗ്രഹിക്കാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പരീശനല്ല, ഈ നികുതി പിരിവുകാരനാണ് നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വയം ഉയർത്തുന്ന ഏതൊരാളും താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്ന ഏതൊരാളും ഉയർത്തപ്പെടും. അവിടുന്ന് സ്പർശിക്കേണ്ടതിന് യേശുവിൻ്റെ അടുത്ത് ചിലർ ശിഷ്യകളെ കൊണ്ടുവന്നു. ശിഷ്യർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. എന്നാൽ യേശു അവരെ തൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുക, അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുക പോലുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഒരു പ്രമാണി യേശുവിനോട്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് താങ്കൾ വിളിക്കുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ താങ്കൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെയും ചെറുപ്പം മുതൽ ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് അയാൾ ഉത്തരം പറഞ്ഞു. ഇത് കേട്ട യേശു അയാളോട്, ഒരു കുറവ് ഇപ്പോഴും താങ്കൾക്കുണ്ട്. താങ്കൾക്കുള്ളത് ഒക്കെയും വിറ്റ് ദരിദ്രർക്ക് പങ്കിട്ട് കൊടുക്കുക. അപ്പോൾ താങ്കൾക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അയാൾ ഇത് കേട്ടിട്ട് ഏറെ ദുഃഖിച്ചു, കാരണം അയാൾ അതിസമ്പന്നനായിരുന്നു. അയാൾ ദുഃഖിതനായത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, ധനവാന്മാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം. ഇത് കേട്ടവർ, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചു. അതിന് യേശു, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ്, ഇതാ, ഞങ്ങൾ സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യേശു, ദൈവരാജ്യത്തിന് വേണ്ടി വീട്, ഭാര്യ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ എന്നിവ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഏതൊരാൾക്കും ഈ കാലത്ത് തന്നെ അനേകം മടങ്ങ് ലഭിക്കും. വരും യുഗത്തിൽ നിത്യജീവനും ലഭിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം യേശു 12 ശിഷ്യരെ വേറിട്ട് കൊണ്ടുപോയി അവരോട്, ഇതാ, നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിറവേറും. തന്നെ വിജാതിയർ കേൾപ്പിച്ചു കൊടുക്കും. അവർ മനുഷ്യപുത്രനെ പരിഹസിക്കുകയും അപമാനിക്കുകയും തുപ്പുകയും ചാട്ടകൊണ്ട് അടിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഇതൊന്നും അവർക്ക് മനസ്സിലായില്ല. ഈ വചനത്തിൻ്റെ അർത്ഥം അവർക്ക് മറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ അവർ ഗ്രഹിച്ചതുമില്ല. യേശു യെരിഹോവിന് അടുത്തെത്തിയപ്പോൾ അന്ധനായ ഒരു മനുഷ്യൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് വഴിയരികെ ഇരിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്നത് കേട്ടിട്ട് ഇതെന്താണ് എന്ന് അവൻ തിരക്കി. നസറായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ, ദാവീദ് പുത്രാ,
എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുമ്പിൽ നടന്നു പോകുന്നവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവനെ ശാസിച്ചെങ്കിലും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ പിന്നെയും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യേശു നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരയണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശു ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച വേണം എന്ന് അവൻ ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ അനുഗമിച്ചു. ഇത് കണ്ട് ജനമെല്ലാം ദൈവത്തെ സ്തുതിച്ചു.